اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കണേ, തഖ്വയുള്ളവരാകണേ എന്ന് എന്നോടും നിങ്ങളോടും എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് അവൻ്റെ സന്തോഷത്തിൻ്റെ, അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കേദാരമായ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് അവനുള്ളത്. അത് ബലിപെരുന്നാൾ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്ന അളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ, ഏറെ വിലയുള്ള, ശ്രേഷ്ഠകരമായ ദിവസം അത് നെഹറിൻ്റെ ദിവസമാണ്. സ്വന്തം മകനെ ബലിയറുക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും മടി കാണിക്കാതെ അള്ളാഹുവേ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ആ ബലിയുടെ സന്ദേശം, സർവസ്വവും പടച്ച റബ്ബിന് ബലി അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ കുടുംബത്തിൻ്റെ സന്ദേശം, അതിൽ നിന്നും ബലി വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗബലി നടത്താൻ പറഞ്ഞു. പാവപ്പെട്ട ആളുകളെ, അശരണരായ ആളുകളെ, പട്ടിണി പാവങ്ങളെ തീറ്റിപ്പിക്കാൻ വേണ്ടി, അവർക്ക് പശിയടക്കാൻ വേണ്ടി നിങ്ങൾ ബലിയെറുക്കണം. ആ ബലിയുടെ ദിവസമായ ബലി പെരുന്നാൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശേഷം റസൂലുള്ള പറഞ്ഞു, സുമ്മ യൗമുൽ കർ, രണ്ടാമത് ശ്രേഷ്ഠമായ ദിവസം യൗമുൽ കറാണ്, അഥവാ ദുൽഹിജ്ജ 11, നാളെയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി മുഅ്മിനീങ്ങളാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയത് കൊണ്ട് തന്നെ ഓലി തുകബ്ബിറുല്ലാഹ അലാ മാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ലഭിക്കാത്ത പല പ്രവാചകന്മാരുടെയും മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, അതേപോലെ തന്നെ അവരുടെ ഭാര്യമാർക്ക് ലഭിക്കാത്ത ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹു നമ്മളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്നു, അതിനുള്ള വഴി അള്ളാഹു വെട്ടിത്തെളിച്ച് തന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. അതുകൊണ്ട് തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. വലി തുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലണം. കേവലം നാവ് കൊണ്ട്, ചുണ്ടനക്കിക്കൊണ്ട് പറയുന്നതല്ല, മറിച്ച് മനസ്സുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എനിക്ക് വലുത് എൻ്റെ റബ്ബാണ്, എൻ്റെ പ്രിയപ്പെട്ട റബ്ബാണ്. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ പ്രിയപ്പെട്ട റബ്ബാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ റബ്ബിന് പങ്കുകാരില്ല, കൂറുകാരില്ല. ആ റബ്ബിനെ പോലെ കാണുന്ന, ആ റബ്ബിനെ പോലെ കേൾക്കുന്ന, ആ റബ്ബിനെ പോലെ സഹായിക്കുന്ന, ആ റബ്ബിനെ പോലെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരു ശക്തിയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ, ഇസ്ലാം ദീനിൻ്റെ അടിത്തറ ഉദ്ഘോഷിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ റബ്ബിനാണ്, ആ പ്രിയപ്പെട്ട റബ്ബിനാണ് നമ്മളെ മാതാപിതാക്കളെക്കാളേറെ, ഭാര്യ ഭർത്താക്കന്മാരെക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ്. ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ.
ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിനോടുള്ള ഇബാദത്തിൻ്റെ വിഷയത്തിൽ കണിശത പുലർത്തി ഇതുപോലുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങൾ ആ റബ്ബിന് സമർപ്പിച്ച് ആ റബ്ബിൻ്റെ മുമ്പിൽ അവന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിം മില്ലത്ത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, അനുസരണക്കേടുകളും വൃത്തികേടുകളും ആഭാസങ്ങളും ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വൃത്തികേടുകൾ ആഘോഷിക്കപ്പെടുന്നു. ഈ സമയത്ത് അനുസരണയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എല്ലാം അനുസരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൻ്റെ ജീവിതം, ഇതാണ് നമുക്ക് മാതൃകയാവേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, ആ പ്രിയപ്പെട്ട റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചു കൊണ്ടായിരിക്കും എൻ്റെ ജീവിതം. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒന്നും ഞാൻ ചെയ്യൂല. ഇത് കേവലം പറയാനുള്ളതല്ല പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുകയില്ല. ആ റബ്ബിന് സന്തോഷമുള്ള കാര്യമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. അതാണ് അല്ലാഹു അക്ബർ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ മില്ലത്തിലായിക്കൊണ്ട് ജീവിക്കാൻ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഓരോ മനുഷ്യനും രാവിലെ, ഓരോ മുഅ്മിനായ മനുഷ്യനും രാവിലെ പ്രാർത്ഥിക്കേണ്ട ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അസ്ബഹ്ന, നിങ്ങൾ പറയണം, അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ശുദ്ധ പ്രകൃതിയിലാണ് ഞങ്ങൾ രാവിലെ പ്രഭാതത്തിൽ എണീറ്റത്. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചില്ലേ പ്രിയമുള്ളവരെ? അസ്ബഹ്ന, ഞങ്ങൾ പ്രഭാതത്തിലായി. എത്രയോ ആളുകൾ ഇന്ന് രാവിലെ മരണപ്പെട്ടു, ഇന്നലെ മരണപ്പെട്ടു, രാവിലെ ഉറക്കം ഉണർന്നിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം വീണ്ടും തിരിച്ചു നൽകി. അതുകൊണ്ട് നമ്മൾ പറയുന്നു അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വ അലാ കലിമത്തിൽ ഇഖ്ലാസ്, കലിമത്തിൽ ഇഖ്ലാസിലായിക്കൊണ്ട് ഞങ്ങൾ രാവിലെ ജീവൻ ഉണർന്നു. വ അലാ ദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായിക്കൊണ്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്. തീർന്നിട്ടില്ല. മില്ലത അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ടാണ്. ഇത് ഞാനും നിങ്ങളും പറഞ്ഞു പ്രിയമുള്ളവരെ, പറയേണ്ടവരല്ലേ? പറഞ്ഞവർ പറഞ്ഞു, പറയാത്തവർക്ക് നഷ്ടപ്പെട്ടു. ഓരോ ദിവസവും ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി കൽപ്പിച്ചു, ദിക്റായിക്കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയെ നിങ്ങൾ കീയൊതുങ്ങണം, മുസ്ലിം ആകണം. എന്താ മുസ്ലിം എന്നർത്ഥി പറഞ്ഞതിൻ്റെ അർത്ഥം? സർവസ്വവും പടച്ച റബ്ബിന് കീയൊതുങ്ങുക, തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇബാദത്തായിട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പല കാര്യങ്ങളും തൻ്റെ ഫാഷൻ ഒക്കുകയില്ല, തൻ്റെ കൂട്ടുകാരൻ ഒക്കുകയില്ല, അവനിഷ്ടമില്ല, അവൾക്ക് ഇഷ്ടമില്ല, തൻ്റെ കുടുംബത്തിന് പറ്റൂല, ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, ഭർത്താവിന് ഇഷ്ടമില്ല, അപ്പോൾ ഞാനത് ഒഴിവാക്കി, അള്ളാഹിൻ്റെ കൽപ്പന മാറ്റിവെച്ചു. അല്ല, അസ്ലിം, ഇബ്രാഹിം നബി മുസ്ലിം ആകണം, പരിപൂർണമായി കൊണ്ട് ഇസ്ലാമിനെ എടുക്കണം, ഇസ്ലാമിൻ്റെ ഏത് കൽപ്പനകളും ശിരസ വഹിക്കണം. ഖാല, അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പടച്ച റബ്ബേ ഞാൻ റബ്ബുൽ ആലമീന് വഴിപ്പെട്ടിരിക്കുന്നു എല്ലാ നിലക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിൻ്റെ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. സഹോദരന്മാരെ, ഒരു അമലും ഉണ്ടായിട്ടും കാര്യമല്ല, ഈ ആദർശത്തിൽ നമുക്ക് കണിശതയുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആദർശത്തിൽ കണിശതയുള്ള ആളായിരുന്നു. ഷിർക്കിന്റെ, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടും ആ പ്രവർത്തനങ്ങളോടും ഒരു ബന്ധവുമില്ല. ജാറങ്ങളോടും മക്ബറകളോടും പുണ്യാത്മാക്കളോടും പുണ്യപുരുഷന്മാരോടും ഒരു ബന്ധവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അത് സ്ഥാപിക്കാനുമാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ്. അതിനുശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നോട് കൽപ്പിച്ചു. അതാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല ചര്യയുണ്ട്, ഏറ്റവും മുന്തിയതായ ചര്യ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിൽ സ്വീകരിച്ച ഇബ്രാഹിം നബിയുടെ സഖാക്കളുടെ വഴിയിലുമുണ്ട്. ഇത് കാലു, അവർ പറഞ്ഞു, ലി ഖൗമിഹിം, തങ്ങളുടെ ജനങ്ങളോട്, ജനതയോട്, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ഷിർക്കിന്റെ ഒരു ലാഞ്ചനയുമുള്ള ജീവിതം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കയ്യിൽ ഏലസില്ല. അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്ത ആളുകളെ വരമേൽപ്പിക്കുന്ന പ്രശ്നമില്ല, അല്ലാഹു അല്ലാത്ത ആളുകളുടെ കുരുത്തക്കേട് തട്ടുന്ന ഒന്ന് പേടിച്ചു ഇല്ല, അത് ഷിർക്കാണ് സഹോദരന്മാർ. ഒരു പേടിയില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഹീദുള്ള തവക്കുലുള്ള ആൾക്ക് ഒരു ബേജാറുമില്ല. അതാണ് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ.
എന്നിട്ട് ഇബ്രാഹിം നബി പറയാണ്, ഇബ്രാഹിം നബിയുടെ സഖാക്കളായിട്ടുള്ള ആളുകൾ പറയാണ്, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ പുറമെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാണ്, നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായ കോപമാണ്, ദേഷ്യമാണ്, ഒരു ബന്ധവുമില്ല. എന്തേ കാരണം സഹോദരന്മാരെ? എന്തെങ്കിലും ദുനിയാവിൻ്റെ പ്രശ്നമാണോ? അല്ല, ദുനിയാവിൻ്റെ പ്രശ്നമല്ല, നിങ്ങൾ ശിർക്കിൻ്റെ ആൾക്കാരാണെന്നുള്ളതുകൊണ്ട്. ഇത്ര കടുകട്ടിയുള്ള ആദർശമായിരുന്നു. എന്തിനപ്പോൾ ഇത്ര സ്ട്രോങ്ങിൽ പറയണത്? ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് മയപ്പെടുത്തി പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ ഒരു മയപ്പെടുത്തലും ഇല്ല എന്നാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത്. കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഹു അബദൻ, കാലാകാലം. എന്താ കണ്ടീഷൻ? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ ഈമാനുള്ളവരായോ, എന്നാൽ ഞങ്ങളും നിങ്ങളും തുല്യരായി, പിന്നെ ഒരു പ്രശ്നമില്ല നമ്മൾ തമ്മിൽ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം. ഈ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി വിൽപ്പന നടത്തി അതിനെ ആരാധിക്കുന്ന, സ്വന്തം കൈകൾ കൊണ്ട് കളിമണ്ണുണ്ടാക്കി എന്നിട്ട് രൂപമുണ്ടാക്കി എന്നിട്ട് ആ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് ആസർ. അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുരാജാവും അതേപോലെ തന്നെ പ്രമാണികളായിട്ടുള്ള ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി. ഇത് ഖാലലി അബീഹി, തൻ്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ ഉപ്പച്ചി, കേൾക്കാത്ത കാണാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപം, ഈ ശിർക്ക് എന്തിനാണ് ചെയ്യുന്നത്? അള്ളാഹു എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന റബ്ബിനെ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എന്തിനാണ് ഈ കല്ലിൻ്റെയും അതേപോലെ തന്നെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ, ഈ അംബിയ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് സുജൂദ് അർപ്പിക്കുന്നത്? അവർ കേൾക്കുന്നുണ്ടോ? അവർ കാണുന്നുണ്ടോ? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹദിക സിറാത്തൻ സവിയ. എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, നിങ്ങൾക്ക് കിട്ടാത്ത ഇൽമി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദഅവത്ത് നടത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിലാണോ നമ്മൾ പ്രിയമുള്ളവരെ? ഒരു ശിർക്കിൻ്റെ, ഒരു കുഫറിൻ്റെ, ഒരു വിദഅത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ മനസ്സുകൊണ്ട് വെറുക്കാൻ, അത് നാവ് കൊണ്ട് പറയാൻ, ഒരു മെസ്സേജ് അയക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അതല്ലേ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? എങ്ങനെ ആയിക്കോട്ടെ, നാട്ടിൽ തോന്നിവാസങ്ങളും ആഭാസങ്ങളും എല്ലാവിധ വൃത്തികേടുകളും പിന്നെ അരങ്ങ് തകർക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തറവാട്ടിൽ, സഹോദരൻ അത് ചെയ്യല്ല, നമുക്ക് പറ്റാത്ത പരിപാടിയാണ്. കല്യാണത്തിലെ ദൂർത്തുകൾ, ആഭാസങ്ങൾ പറയാൻ നമുക്ക് സാധിക്കണില്ല. ഓരെന്താ വിചാരിക്കുക? കുടുംബം തെറ്റൂലേ? അനിയനോടെങ്ങനെ പറയാ, ജ്യേഷ്ഠനോടെങ്ങനെ പറയാ, അളിയനോടെങ്ങനെ പറയാ? ഓലെ കുടുംബത്തിൽ ഇക്കോലത്തിൽ തോന്നിവാസങ്ങൾ കാണുമ്പോൾ മക്കളോടെങ്ങനെ പറയാ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ പിണങ്ങോ? ഭാര്യയോടെങ്ങനെ പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പിണങ്ങുമോ? ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അവകാശപ്പെടുന്ന നമ്മൾ തോന്നിവാസങ്ങൾ കണ്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, കൈപിടിക്കാൻ പറ്റുമെങ്കിൽ കൈപിടിക്കണം. അതല്ല ഇസ്ലാം. കൈപിടിച്ചോ പ്രിയമുള്ളവരെ? ഞാനും നിങ്ങളും കൈപിടിക്കാൻ പറ്റുന്നിടത്ത് കൈപിടിക്കണം. അതിന് സാധിക്കാത്തിടത്ത് പറയണം. അതിന് സാധിക്കാത്തിടത്ത് മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. വദാലിക അളാഫുൽ ഈമാൻ. തോന്നിവാസങ്ങളോട്, വൃത്തികേടുകളോട്, മോശപ്പെട്ട സംസ്കാരങ്ങളോട്, അതിനോട് മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. അതാണ് ഏറ്റവും ഈമാനിൻ്റെ ദുർബലമായ അവസ്ഥ. ഉണ്ടോ സഹോദരന്മാരെ? നമുക്ക് ഉണ്ടാവേണ്ട പ്രിയമുള്ളവരെ. നമുക്ക് ഒരു തെറ്റ് കാണുമ്പോൾ ഈ കാലം അങ്ങനെയല്ലേ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ അല്ലേ? അത് ഇബ്രാഹിം മില്ലത്തല്ല സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം മില്ലത്തിലായിരിക്കണം. എന്തും കൽപ്പിച്ചപ്പോൾ, എന്തും പറഞ്ഞപ്പോൾ എല്ലാം അനുസരിച്ചു. മകനെ അറുക്കണം, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ അറുക്കണം എന്ന അള്ളാന്റെ കൽപ്പന. എന്താ നിന്റെ അഭിപ്രായം? യാ അബതി ഫഅൽ മാ തുഅ്മർ. പടച്ചോൻ എങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട പിതാവ്, നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞ മോനെ. അതേപോലെ തന്നെ എന്തിനും തയ്യാറായ ഹാജർ അല്ലേ? ഇത് നമ്മളിങ്ങനെ ഒരു കഥ പോലെ പറയല്ലല്ലോ സഹോദരന്മാർ. എന്തൊരു അനുസരണയാണ്! ഇതേപോലെ അറുക്കാൻ വേണ്ടി ബനൂ ഇസ്രായേല്യരോട് പറഞ്ഞിരുന്നു. ബനൂ ഇസ്രായേല്യരോട് പറഞ്ഞു, നിങ്ങൾ പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയുണ്ടായി, എന്ത്? നിങ്ങളൊരു പശുവിനെ അറുക്കണം. ചില സംഗതികളും കാരണങ്ങളും അവിടെ ഉണ്ടായി. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്? ഏത് കളറുള്ള പശുവാണ്? ഏത് വലിപ്പമുള്ള പശുവാണ്? അതിൻ്റെ വിശേഷണം എന്ന് പറഞ്ഞാട്ടെ. സൗകര്യമില്ല അവർക്ക്.
നന്ദികേടിൻ്റെ പ്രതിരൂപങ്ങളായ പല ആളുകളും ലോകത്ത് കഴിഞ്ഞു പോയി. അവിടെയാണ് ഇബ്രാഹിം മില്ലത്ത്. അർക്കാൻ പറഞ്ഞ ആരെ? പശുവിനെയാണോ ആടിനെയാണോ? അല്ല, സ്വന്തം മകനെ. എങ്ങനെയുണ്ടായ മകനെ? മാണിക്കക്കല്ലിനെ. പ്രിയമുള്ളവരെ, 4-5 മക്കളിലോടത്ത് ഒന്നിനെ അറക്കണം എന്നല്ല പറഞ്ഞത്, മാണിക്കക്കല്ലിനെ അറക്കാൻ പറഞ്ഞു. ആയിക്കോട്ടെ, അറക്കാൻ തയ്യാറാണ്. അറക്കാൻ കൊണ്ടുപോയി കത്തിവെച്ചു, ചെരിച്ചു കിടത്തി കത്തിവെച്ചു. കത്തിവെക്കുന്നതിന് മുമ്പ് കത്തിവെക്കാൻ തയ്യാറായി. കത്തിവെക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു, ഇത് പരീക്ഷണമാണ് ഇബ്രാഹിം. എല്ലാ പരീക്ഷണത്തിലും 100 മാർക്ക് വാങ്ങി. ഇബ്രാഹിം അല്ലദീ വഫ, കടപ്പാടുകളെല്ലാം പൂർത്തിയാക്കി ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ആ രൂപം കൊണ്ടാണോ ഉണ്ടായത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച തറവാട്ട് കൊണ്ടാണോ? തറവാട് മഹിമ കൊണ്ടാണോ ഉണ്ടായത്? അല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. രൂപമല്ല, ചൊറുക്കല്ല, ഒന്നുമല്ല പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയപ്പെട്ട ജീവിതം നയിക്കുമ്പോഴാണ്. ഈ മില്ലത്തിനാണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാനും നിങ്ങളും നമ്മുടെ മക്കളൊക്കെ ഈ മില്ലത്തിലാണെന്ന് ഉറപ്പപ്പെടണം. ഇതല്ലാതെ ഒരു രക്ഷയില്ല സഹോദരന്മാരെ. ഈ മില്ലത്തിലാകണം മുഹമ്മദ് നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. മുഹമ്മദ് നബിയെ ഈ മില്ലത്ത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് മുഅ്മിനെ ഈ പറയണം. എന്ത്? രാവിലെ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ട് പടച്ചറബേ ഞങ്ങൾ ആക്ക്, അതിലാവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയണം. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം. ഈ രീതിയിലാണോ നമ്മുടെ മക്കളുള്ളത്? ഈ മില്ലത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ, കുടുംബത്തെ മതപരമായി ആ നിലക്ക് വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. ആ രീതിയിലാണോ നമ്മുടെ മക്കൾ? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശതയുണ്ടോ? അള്ളാനെ പേടിയുണ്ടോ നമ്മുടെ മക്കൾക്ക്? എൻ്റെ റബ്ബ് കാണുമെന്നുള്ള പേടിയുണ്ടോ? ഞാൻ ആ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഞാൻ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, കുറച്ചെങ്കിലൊക്കെ ഒരു ദിവസം ഓതണം എന്ന് തോന്നൽ നമുക്കുണ്ടോ, നമ്മുടെ മക്കൾക്കുണ്ടോ? അതാണ് ഇബ്രാഹിം മില്ലത്ത്. പടച്ചറബിന് വഴിപെട്ട് ജീവിക്കാൻ. സഹോദരന്മാരെ, ഈ മില്ലത്തിലാണ്, ഈ ഇസ്ലാമിലാണ് സുരക്ഷിതത്വമുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ പ്രിയമുള്ള മക്കളെ, യുവാക്കളെ, യുവതികളെ, ഒരു ലിബറലിസത്തിലും ലിബറൽ ആശയങ്ങളിലും സുരക്ഷിതത്വമില്ല. എല്ലാം ചതിക്കുഴികളാണ്. ദീനും ദുനിയാവും അതേപോലെ തന്നെ പരലോകവും തകർക്കുന്ന അപകടകരമായ, ഏറ്റവും അപകടകരമായ ഒരു മനുഷ്യനെ കുത്തുപാളയെടുത്തേ എൻ്റെ പ്രിയമുള്ള മക്കളെ, ഈ ലിബറലിസം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ. അതിൻ്റെ അവസാനം എങ്ങനെയാണ്? ഇപ്പം 2 ദിവസമായി നമ്മൾ കേൾക്കുന്നൊരു വാർത്തയുണ്ടല്ലോ. ഒരു വിദ്യാർത്ഥിനി പ്രസവിച്ചു. ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? തൻ്റെ ചോര പൈതലിന് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കിട്ടു. ഇന്നലെ വായിച്ച വാർത്തയാണ്. ഒരു വിദ്യാർത്ഥിനിയും എന്തേ കൂടെ ഇരുന്നാൽ, ആണിനും പെണ്ണിനും എന്തേ വ്യത്യാസം? എന്തേ കൂടെ ഇരുന്നാൽ, എൻ്റെ കൂടെ കളിച്ചാൽ, എൻ്റെ കൂടെ ഒന്ന് പോയാൽ, എൻ്റെ ടൂറ് പോയാൽ എന്തിനാണ് കല്യാണം എന്നൊക്കെ ചോദിക്കുന്ന ലിബറൽ ആശയമുള്ള ആളുകൾ, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകൾ എവിടെയാണ്? ഇതിനെക്കുറിച്ച് അവർക്ക് എന്ത് പറയാനുണ്ട് എന്ന് അറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ പ്രേമത്തിൻ്റെയും അതേപോലെ തന്നെ ആഭാസങ്ങളുടെയും പിന്നാലെ പോയി ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചവരെ കുറിച്ച് അത് വലിയ വായിൽ ചർച്ചയാക്കി, അതും റീൽസാക്കി, അതിനും കാശുണ്ടാക്കുന്ന ഈ മാധ്യമ പ്രവർത്തകന്മാരായ ആളുകൾ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? പ്രേമനൈരാശ്യത്തിൽപ്പെട്ട് ഏതെങ്കിലും റെയിൽവേ ട്രാക്കുകളിൽ ചതഞ്ഞെറിഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. അവിടെ നിങ്ങൾ വലിയ കണ്ണീരൊഴുക്കും. പക്ഷേ അതിലേക്ക് പാവപ്പെട്ട പെൺകുട്ടികളെ, പാവപ്പെട്ട യുവാക്കളെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഈ ലിബറൽ രാജാക്കന്മാർക്കുണ്ട്. അല്ലേ? എന്ത് പറയാനുണ്ട്? ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനി, ഓൾ പ്രസവിക്കണം, മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. എന്താ അവിടെ സംഭവിച്ചത്? പ്രസവിച്ചിട്ട് ബാത്റൂമിൽ പ്രസവിച്ചിട്ട് അന്യപ്രസവമാണ്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓൾ കുഞ്ഞിനെ പുറത്ത് കിട്ടും, ഓൾ പോവാണ്. എന്ത് പറയാനുണ്ട്? കൂടെ കിടന്നാൽ എന്താ, കൂടെ ടൂറ് പോയാൽ എന്താ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് നമ്മളൊന്ന് അറിയേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മക്കൾ ഈ മില്ലത്തിലാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇത് വെറുതെ പറയാനുള്ളതല്ല. നമ്മുടെ മക്കൾക്ക് മതബോധം കൊടുക്കണം. ഈ പെരുന്നാളോടുകൂടി നമ്മുടെ എല്ലാ ശാഖയിലും മണ്ഡലത്തിലും കണ്ടിന്യൂസ് റിലീജിയസ് കോഴ്സ് അഥവാ CRE എന്ന പഠന പ്രവർത്തനം ശക്തമായി വരാൻ പോവുകയാണ്. നമ്മുടെ മക്കളൊക്കെ അതിൽ മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള ഏറ്റവും വ്യവസ്ഥാപിതമായ സംവിധാനം. 6ാം ക്ലാസ് മദ്രസ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികൾ എന്ത് മതബോധ കിട്ടണത്? 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ മദ്രസ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ കിട്ടുന്നത്?
കടുത്ത ഉത്തരവാദിത്തമാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രവാചകന്മാരും കാണിച്ചു തന്നത്. അപ്പം ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ബാക്കി അള്ളാഹിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി, ഏത് സമയത്തും പടച്ചോനെ എൻ്റെ മക്കളെ നിസ്കാരം നിർവഹിക്കണ ആളാക്കി റബ്ബേ. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥന അതുണ്ടെങ്കിൽ എല്ലാം ആയി. നിസ്കാരം ഉണ്ടെങ്കിൽ എല്ലാം ആയി. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്ൻ, പടച്ചോനെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഇണക്ക് തുണകളെയും കണ്ട് കൺകുളിർമ പോലെ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ, ഓലെ ഹാഫിളത്തുകളായി വരുമ്പോൾ, അവർ നിസ്കരിക്കുമ്പോൾ, അവർ നിസ്കാരം കഴിഞ്ഞ് പടച്ച റബ്ബിന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർ ദീനിയായി നടക്കുമ്പോൾ, അവരുടെ ഡ്രസ് കോഡ് കാണുമ്പോൾ, അവരുടെ ദീനിയായ രൂപം കാണുമ്പോൾ, അവരുടെ ഭൗതികമായ പുരോഗതി കാണുമ്പോൾ, നല്ല നിലക്ക് ദൂനിന്തിനിയാവും കൊണ്ട് നടക്കുന്ന മക്കളാകുമ്പോൾ നമുക്കെന്തൊരു സന്തോഷമാണ്. ഇത് എവിടുന്ന് വാങ്ങാൻ കിട്ടും സഹോദരന്മാരെ? ഈ സന്തോഷം ഏത് ലിബറലിസത്തിന് കൊണ്ടുവന്ന് തരാൻ പറ്റും? ഒരാൾക്കും സാധിക്കൂല. ഇത് ദീനിനെ കഴിയുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ മക്കളെ ഈ മില്ലത്തിലാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സമാധാനം, ഈ റബ്ബിലാണ് ആശ്വാസമുള്ളത്. ഈ റബ്ബാണ് നമ്മുടെ ദുനിയാവും ആഖിറവും നന്നാക്കി തരുന്നത്. ഇത് തേടിക്കൊണ്ടാണ് ലക്ഷോപലക്ഷം ആളുകൾ അറഫയിൽ ഒരുമിച്ച് കൂടിയത്, അല്ലേ? ലക്ഷോപലക്ഷം ആളുകൾ, 40 ലക്ഷവും 35 ലക്ഷവും സങ്കല്പിക്കാൻ പറ്റും സഹോദരന്മാരെ നമ്മൾക്ക്. എന്തിനാണ് ഇക്കോലത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അധ്വാനവും പ്രയാസവും എല്ലാം സഹിച്ചുകൊണ്ട് അവർ അറഫയിൽ ഒരുമിച്ച് കൂടിയത്? ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് ചെന്നത് എന്തിനാ? ഈ സന്തോഷം കിട്ടാനാണ്, ഈ 2 ലോകത്തും വിജയം ഭരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആജിമാരുടെയും ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ വീടകങ്ങളിലേക്ക് നാടുകളിലേക്ക് സന്തോഷത്തോടുകൂടി വാനിമീങ്ങളായിക്കൊണ്ട് എല്ലാം നേടിയവരായിക്കൊണ്ട് തിരിച്ചെത്താനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ഭാഷ പ്രശ്നമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല, ദേശം പ്രശ്നമില്ല, അല്ലേ? കുറിയവനെന്നോ നീളമുള്ളവനെന്നോ ബലമുള്ളവനെന്നോ ബലമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അല്ലേ? എത്ര ആളുകൾ സഹോദരന്മാരെ റമളാനിലെ അവസാനത്തെ പത്തിലും അതേപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് മിനാട്ടൻറ്റിനും ഒക്കെ അവിടെ കഴിച്ചു കൂടുന്ന ആളുകൾക്കറിയാം ഇസ്ലാമിൻ്റെ സാഹോദര്യം. പള്ളിയിൽ കെടുക്കാൻ സ്ഥലമില്ല, ഒരാൾക്ക് ഖബറിൽ കെടുക്കണമായിരിക്കുക. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് കെടുക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. രാവിലെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലെടുത്ത് വെക്കുന്നത്, കറുത്തോൻ കാലെടുത്ത് വെക്കുന്നത് വെളുത്തോൻ്റെ തലമുക്ക. പരാതിയുണ്ടോ? പരാതിയില്ല. മറ്റോൻ കൈയെടുത്ത് വെക്കുന്നത് ചുവന്ന ശരീരമുള്ള മറ്റൊരു സഹോദരൻ്റെ ശരീരത്തിലേക്കാണ്. പരാതിയുണ്ടോ? പരാതിയില്ല. എല്ലാവരും പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവരും ഒരുപോലെ. അത്രയധികം വല്ലാത്ത അത്ഭുതമാണ് സഹോദരന്മാരെ. പരാവാരം പോലെ കിടക്കുന്ന, പാൽക്കടൽ പോലെ കിടക്കുന്ന അറഫ എന്നും ലോകത്തിന്, ഇസ്ലാമല്ലാത്ത ഏത് മതങ്ങൾക്കും അത്ഭുതമാണ്. പക്ഷെ ഒരു പറയില്ല. ലോകത്തറിയപ്പെട്ട മഹാന്മാരുണ്ടായിരുന്നു, സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകന്മാരുണ്ടായിരുന്നു, പല നേട്ടങ്ങൾ കൈവരിച്ച സ്പോർട്സ് താരങ്ങളുണ്ടായിരുന്നു. പക്ഷെ കറുത്തവനായതിൻ്റെ പേരിൽ അഭിശപ്തനാക്കപ്പെട്ടു. വിലയില്ല, എല്ലാ നേട്ടമുണ്ട്, എല്ലാ കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, കാലിബറുണ്ട്. പക്ഷെ എന്തേ? കറുത്തവനായി പോയി. അവർ തേടി അലഞ്ഞു, എവിടെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഞങ്ങൾക്കൊരു വില? ഈ കറുത്തതിൻ്റെ പേരിൽ, അതേപോലെ തന്നെ ഈ നിറവ്യത്യാസത്തിൻ്റെ പേരിൽ വിലയില്ലാത്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, എവിടെയാണ്, എന്താണ് ഇസ്ലാമിൻ്റെ ആദർശം? ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന സംവിധാനത്തെ, ഇസ്ലാം എന്ന മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അമേരിക്കയിലെ ഒരു സന്നദ്ധ പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ. വളരെ അറിയപ്പെട്ട ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കറുത്ത വംശജനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ലോകോത്തരമായിരുന്നു. ആ നിലക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടെങ്കിൽ, പക്ഷെ കറുത്ത വംശജനായതിൻ്റെ പേരിൽ അദ്ദേഹം തഴയപ്പെട്ടു. അദ്ദേഹം അന്വേഷിക്കുകയാണ്, എവിടെയാണ് മനുഷ്യനെ കാണുക, മനുഷ്യനെ അംഗീകരിക്കുന്നവരെ കാണുക. അങ്ങനെ ഇസ്ലാമിലേക്ക് എത്തപ്പെട്ടു. അദ്ദേഹം ഹജ്ജിന് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ കറുത്തവരെ കണ്ടു, എന്നേക്കാൾ കറുകറുത്ത നീഗ്രോ വംശജരായ ആളുകളെ കണ്ടു. അതേപോലെ തന്നെ നല്ല വെളുത്ത, അതേപോലെ തന്നെ സ്വർണത്തെ പോലെ തിളങ്ങുന്ന നീല കണ്ണുകളുള്ള, അല്ലെങ്കിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള
പിന്നെ പാശ്ചാത്യരായ പൗരസ്ഥരായ ആളുകളെ ഞാൻ കണ്ടു, ഇംഗ്ലീഷ് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു, അതേപോലെ തന്നെ നീളം കുറിയവരെ കണ്ടു, നീളം കുറഞ്ഞവരെ കണ്ടു, ആജാനുബാഹുകളായിട്ടുള്ള അഫ്ഗാനികളെ പോലെയുള്ള ആളുകളെ കണ്ടു. പക്ഷേ അവിടെ എനിക്ക് വിവേചനം കാണാൻ സാധിച്ചില്ല. ഞാൻ തേടിയത് ഈ ഇസ്ലാമാണ്, ഞാൻ തേടി നടന്നത് ഈ ഇസ്ലാമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം പ്രിയപ്പെട്ടവരെ. ഈ ഇസ്ലാമിലാണ് സഹോദരന്മാരെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയമുള്ളത്. ഇത് നേടാൻ നമുക്ക് ഈ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. കേവലം ഇസ്ലാമായതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ, ഇസ്ലാമിക നാമധാരിയായതിൻ്റെ പേരിൽ അല്ല. അതാണ് ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞത്. എന്ത്? ഇബ്രാഹിമെ, മുസ്ലിമായ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു മുസ്ലിം ആകണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പരിപൂർണമായ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇസ്ലാമിലേക്ക് പരിപൂർണമായി വരാൻ ഞാനും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മൾ തയ്യാറാകണം. വെറുതെ പറഞ്ഞു കേട്ട് പോവുകയല്ല. അതേപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ മറക്കാതിരിക്കുക. ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും, അല്ല നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അല്ലേ, അവർക്ക് അവരുടെ ഇബാദത്തുകൾ ചെയ്യാൻ വയ്യ, പശുവിനെ അറക്കാൻ വയ്യ. എന്ത്? അവർക്ക് ഇബാദത്താണ് പശുവിനെ അറുത്ത് പാവപ്പെട്ട ആളുകൾക്ക് തീറ്റിപ്പിക്കുക എന്നുള്ളത്. അറക്കാൻ പാടില്ല. അത്രേ അറുക്കണോനെ അറുകൊല ചെയ്യാണ്. അവർക്ക് ബാങ്ക് കൊടുക്കാൻ പാടില്ല. ബംഗാളിൽ ഇപ്പോൾ നിയമം മാറി, പുതിയ ഭരണം വന്നു. അതോടുകൂടി പറഞ്ഞു എന്ത്? കാളങ്ങളൊക്കെ അഥവാ സൗണ്ട് ബോക്സുകളൊക്കെ ഇറക്കി കാട്ടി വെക്കണം, ബാങ്ക് കൊടുക്കൽ കേൾക്കാൻ പാടില്ല, പശുവിനെ അറക്കാൻ പാടില്ല. യു പിയിലേതാ പെരുന്നാൾ പിന്നെ നിസ്കാരങ്ങളും കാര്യങ്ങളും പുറത്തേക്ക് കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രയാസമില്ലല്ലോ സഹോദരന്മാരെ. ഇപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഫലസ്തീനിലും അതേപോലെ തന്നെയുള്ള ലോകത്തിൻ്റെ പല മുക്കുപോരുകളിലും മുഅ്മിനീങ്ങളായ ധാരാളക്കണക്കിന് ആളുകൾ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ റോഡില്ല, വൈദ്യുതിയില്ല, ലക്ഷക്കണക്കിന് ആളുകൾ ചേരി പ്രദേശങ്ങൾ തിങ്ങി താമസിക്കുകയാണ്. നല്ല ഭക്ഷണമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. കേവലം ഓരോ മനുഷ്യജന്മങ്ങളായി ജീവിച്ച് മരിച്ചു പോകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. എന്തിൻ്റെ പേരിൽ? ഇസ്ലാമായതിൻ്റെ പേരിൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത് വെറുതെ പറയല്ല. അല്ലാഹുമ്മ ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് ഇസ്ലാം വെറുതെ പ്രാർത്ഥന പഠിപ്പിച്ചതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണത്. ഈ പെരുന്നാൾ ദിവസങ്ങളിലും അതേപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അവസ്ഥയിലും ഇങ്ങനെയുള്ള ഭരണാധികാരികളെ നിലംപരിശാക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയാസം നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇതെങ്കിൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണെങ്കിൽ സഹോദരന്മാരെ ദാനം ചെയ്യുക. കുറേ ധാരാളമായി ദാനം ചെയ്യുക. പാവപ്പെട്ട ആളുകൾക്ക്, രോഗികളായിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ ദീനിയായ സംരംഭങ്ങൾക്ക്, ഇതൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ്. അതേപോലെ കുടുംബാംഗങ്ങൾ പരസ്പരം സന്ദർശിക്കുക. തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവരെ സന്ദർശിച്ച് അവരെ കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് കൊടുത്ത് വിളക്കി ചേർക്കാൻ, പിന്നെ അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അതിന് ഏറ്റവും നല്ല സമയമാണിത്. എപ്പോഴാണ് ഓനോടുമുണ്ട് ഓളോടുമുണ്ട്, എപ്പോഴാണ് പിന്നെ മലക്കൽ മൗത്ത് വരിക നമുക്കറിയില്ലല്ലോ എന്നുള്ള നിലക്ക് ജീവിക്കുന്ന ആളുകൾ പോലുണ്ട്, മരണം കാത്തു കിടക്കുന്ന ആളുകൾ പോലുണ്ട്. ഒന്ന് മിണ്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴാണ് സമയം, ഇപ്പോഴാണ് സഹോദരിമാരെ സമയം. അതുകൊണ്ട് നല്ല ബന്ധമുള്ളവരാവുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ആ നിലക്കാണ് മാറി നിൽക്കുന്ന ജീവിതമാണ് എൻ്റെയും എൻ്റെ മക്കളുടെയും ജീവിതം എന്ന് ഉറപ്പുവരുത്താനൊക്കെ നമ്മൾ ശ്രമിക്കുക. ആ നിലക്കായിരിക്കണം പടച്ചറബിനെ തക്ബീർ ചൊല്ലി പടച്ചറബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ സുദിനത്തെ നമ്മൾ ആ നിലക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ ആ ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും സർവ്വ മുസ്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ഒട്ടനേകം ആളുകളുടെ ഈ ഇതിൻ്റെ മുസല്ലയിൽ വരാൻ പറ്റാത്ത ആളുകൾ അവരാഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാവട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.